പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഒരു പുതിയ വത്സരത്തില് നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലെ ആരാധനയിലായിരിക്കുന്ന ഈ വർഷത്തെ ആദ്യത്തെ ആരാധനയാണ്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഈ ആരാധനയിലെ കർത്താവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യത്തിൽ മാറിപ്പോകാതെ മനസ്സൊരുക്കത്തോടു കൂടി പ്രാർത്ഥിക്കാൻ, ഓൺലൈനിൽ ആരാധന നടത്തുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്നത് മനുഷ്യർ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇടയ്ക്കൊന്ന് മുങ്ങും. അങ്ങനെ വരാതെ ആരാധനയുടെ അഭിഷേകത്തിൻ്റെ ചരട് മുറിഞ്ഞു പോകാതെ കൂടാൻ വേണ്ടി എല്ലാവരെയും അച്ഛൻ ആദ്യമേ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഈ ആരാധനയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും നിന്ന് പങ്കെടുക്കുന്ന മക്കളെ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രത്യേകം സമർപ്പിക്കുന്നു. ഈശോ, അവരെല്ലാവരും മറ്റ് ഡിസ്റ്റർബൻസുകളൊന്നുമില്ലാതെ, പല വിചാരങ്ങളൊന്നുമില്ലാതെ കർത്തൃ തിരുസന്നിധിയിലെ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ആയിരിക്കാൻ കർത്താവേ, നിൻ്റെ തിരുമുറുമാർന്ന വലതുകരം അങ്ങയുടെ മക്കളിലേക്ക് വെച്ചുകൊണ്ട് ഈ ആരാധന അഭിഷേകത്തോടെ അർപ്പിക്കുവാൻ അവരനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്ന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഇപ്പോഴും നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം നോക്കിയാൽ ദൈവം എത്ര കരുണയോടുകൂടിയാണ് പരിശുദ്ധ അമ്മ വഴി നമ്മളെ സന്ധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ആ അനുഭവങ്ങൾ എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധന വ്യത്യസ്തങ്ങളായ ചാനലിലൂടെ ആരാധനയ്ക്ക് പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും, കൃപാസനത്തിൽ ഇന്ന് വരെ വന്നിട്ടില്ലാത്ത മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വിശുദ്ധമായ തിരുമുറുവാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ ഹൃദയത്തെയും അധരത്തെയും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആഴമായ വിശ്വാസത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും ഞങ്ങളെ അഭിഷേകം ചെയ്ത് അങ്ങ് നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, കാനായിലെ കല്യാണ വിരുന്നിരുന്നതുപോലെ യേശുവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഈ ആരാധന ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന അങ്ങമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മനസ്സ് പ്രത്യേകമായ ഡിസ്റ്റർബൻസിൽ വന്നിരിക്കുന്നവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുടുംബത്തിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക സംഘർഷാത്മകമായ അവസ്ഥകൾ, വ്യക്തികൾ തമ്മിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ, രോഗമോ സാമ്പത്തിക വിഷമതമോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കാതിരുന്നത് മൂലം ഉണ്ടായിട്ടുള്ള പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ അപാചയങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ പ്രയാസങ്ങളിൽ വിഷമിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ യേശുവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്ത് കർത്താവേ,
കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്ത് കർത്താവേ, ഈ ആരാധന യോഗ്യതയോടെ അർപ്പിക്കാൻ വേണ്ടി കർത്താവേ, ഹൃദയത്തെ അധരത്തെയും അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ബാഹ്യമായ എല്ലാ സമ്മർദ്ദങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിർവീര്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രത്യേകിച്ച് ഉടമ്പടിയുടെ ആധ്യാത്മികമായ യാത്രയിൽ ദൈവം നമ്മുടെ സ്നേഹത്തെ വിശ്വാസത്തെ മാത്രമല്ല, ദൈവം നമ്മുടെ സ്നേഹത്തെ പോലും ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അപ്പം നമ്മൾ പുതിയ കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക, 2022 ജനുവരി 2 പുതിയ കാലത്തിലേക്ക് വരിക. പക്ഷേ പുതിയ കാലത്തിലായാലും ശരി, കാലം അവിടുത്തേതാകുന്നു. കാലങ്ങളും സമയവും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മളെ പെസഹാത്തിരിയിൽ അടയാളപ്പെടുത്തുന്നത്. ഇപ്പം ക്രിസ്മസ് സീസൺ ആണെങ്കിൽ വിശ്വാസിയുടെ വിശ്വാസം പ്രഖ്യാപിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എന്താണ്? കാലവും പിന്നെന്താണ്? ദേശവും ദൈവത്തിന് ഏൽപ്പിക്കണം. സമയവും സാഹചര്യവും ദൈവത്തിന്, നിൻ്റെ ജീവിതത്തിൻ്റെ സമയത്തിൻ്റെ മേലും നിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൻ്റെ മേലും ദൈവത്തിനാണോ പൂർണ്ണമായ അധികാരം? അഥവാ സാഹചര്യം മാറുമ്പോൾ നീ ഡിസ്റ്റർബ്ഡ് ആകുമോ? അപ്പോസ്തലികമായ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ് അത്. എന്താണ്? സാഹചര്യം മാറിയാലും ഡിസ്റ്റർബ്ഡ് ആകത്തില്ല. അതിനെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വി മസ്റ്റ് ഹാവ് എ ട്രെയിനിങ്. അതിന് നമ്മൾക്കൊരു ട്രെയിനിങ് വേണം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഫിലിപ്പി ലേഖനത്തിലെ 4-ാം അധ്യായം 11-ാമത്തെ വചനം, 11ഉം 12ഉം ഒക്കെ ഉണ്ട്. ഈ വചനവും പരിശുദ്ധ അമ്മയുടെ വ്യക്തിത്വവും നമ്മളെപ്പോഴും ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാവരും, ഇത് ഉടമ്പടി ധ്യാനമായതുകൊണ്ട് പ്രത്യേകിച്ച് ഉടമ്പടിയെക്കുറിച്ചായിരിക്കും പറയണത്. അപ്പോൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും മാതൃക എന്താ? ആരാണ്? പരിശുദ്ധ അമ്മയുടെ ആധ്യാത്മികതയാണ്. അമ്മ ആ സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ അത് പൗലോസ് അപ്പോസ്തലൻ പറയണത്, എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് സ്വയമായിട്ടെടുക്കുന്ന പഠനമാണ്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ പ്രതികരണങ്ങളെയൊക്കെ നമ്മൾ പഠിപ്പിക്കണം. ഈശോ അതിന് പറഞ്ഞത്, ഈ പാഠപുസ്തകം ആരാണ്? നമ്മൾ പഠിക്കുന്ന പാഠപുസ്തകം ആരാണ്? അതായത് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവേൻ. അപ്പം ഈശോയാണ് പാഠപുസ്തകം. ഈശോ എപ്പോഴും നമുക്ക് പഠിച്ചിട്ടുണ്ടെന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ടെങ്കിൽ ഗമാലിയേലിൻ്റെ ശിക്ഷണത്തെ പഠിച്ച കാര്യമല്ലേ ഈ പറയണത്. കർത്താവിനെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും അടുത്തപ്പോൾ പൗലോസ് പഠിച്ച കാര്യമാണ്. കാര്യം എന്താണ്? നമ്മൾ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ ഇപ്പോൾ 11:28 അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ അധ്വാനിക്കുന്നവനും ഭാരം വഹിക്കുന്നവനും എൻ്റെ അടുക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈശോ പറയും.
അപ്പോൾ ഹൈപ്പർ ടെൻഷനുള്ളവർ, ഭാരം വഹിക്കുന്നവർ, ഭാരം ഹൃദയത്തിനാകാം, ഭാരം മനസ്സിനാകാം, ഇങ്ങനെയുള്ള ഭാരം വഹിക്കുന്നവർ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? അവർ എൻ്റെ അടുത്ത് വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിൽ നിന്ന് പഠിക്കണം. അപ്പോൾ പാഠപുസ്തകം ആരാണ്? ഈശോയാണ്. അപ്പം നമുക്ക് 2 ബൈബിളാണ് ഉള്ളത്. ഒന്ന് ഈശോയുടെ ജീവിതവും ഈശോയുടെ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ദൈവരാജ്യത്തിൻ്റെ പുസ്തകം, വിശുദ്ധ ഗ്രന്ഥം. രണ്ടാമത്തത് ഈശോ തന്നെ ഒരു പാഠപുസ്തകമാണ്. ഇപ്പോൾ ഫിലിപ്പിയ ലേഖനം 4:11 പറയണത്, എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പഠിച്ച കാര്യങ്ങളാണ് പറയണത്. അപ്പോസ്തലനായതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് ഫിലിപ്പിയ ലേഖനത്തിലുള്ളത്. പഠനത്തിൻ്റെ പുസ്തകമാണ്. എനിക്കും നിങ്ങൾക്കും പൗലോസ് അപ്പോസ്തലനും എല്ലാം ഉള്ള ഒരു കോമൺ ടെസ്റ്റ് എന്താണ്? കോമൺ ടെസ്റ്റ് കർത്താവിൻ്റെ ജീവിതം തന്നെയാണ്. ഈശോ എന്താ പറഞ്ഞത്? സാഹചര്യം മാറാം, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറാം. അയ്യോ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് സാഹചര്യങ്ങൾ മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണത് ഒരു 5 കൊല്ലം കൂടുമ്പോൾ സാഹചര്യം മാറുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ 5 കൊല്ലം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 കൊല്ലം കൂടുമ്പോൾ സാഹചര്യം മാറും. ചിലപ്പോൾ നമുക്കൊരു ട്രാൻസ്ഫർ കിട്ടി, വേറെ പുതിയ സ്ഥലത്ത് പോയി, സാഹചര്യം മാറി. നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് വീട്ടിലെ സാഹചര്യവും മാറും. അപ്പോഴും മൊത്തത്തിൽ എപ്പോഴും ഒരു വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെ ഇങ്ങനെ വ്യക്തികൾ പോകുന്ന കാണാം. ഇങ്ങനെ പോകുന്ന സമയത്ത് സാഹചര്യങ്ങൾ മാറുമ്പോൾ എന്താണ് ഈശോ പറയണത്? എന്താണ് ഈശോയിൽ നിന്ന് പഠിക്കേണ്ടത്? അതിൻ്റെ പേരിൽ വ്യഗ്രത ഉണ്ടാകരുത്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. അപ്പോൾ ഒരു കാര്യം എന്താണ്? എടുത്തോ പിടിച്ചോന്നും പറഞ്ഞുള്ള ഷടോടാന്നുള്ള തീരുമാനവും ബഹളവുമല്ല. അത് ധൃതിയും വ്യഗ്രതയും ഒക്കെ അഹങ്കാരത്തിൻ്റെ ലക്ഷണമായിട്ടാണ് പരിശുദ്ധാത്മാവ് വചനത്തിൽ വിവേചിക്കുന്നത്. അതിന് ശാന്തത വേണം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. എന്നിൽ നിന്ന് പഠിക്കുവിൻ. ഏറ്റു പറഞ്ഞേ, കർത്താവായ ദൈവമേ, അങ്ങയിൽ നിന്ന് അങ്ങാകുന്ന പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കുവാൻ ഞങ്ങൾക്ക് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നൽകി പ്രായോഗികമായി ഞങ്ങളെ പഠിപ്പിക്കുകയാണെന്നുള്ള ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണം. നീ പഠിപ്പിക്കൽ കഴിഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ പിന്നെ സംസാരിക്കുന്നത് പരിശീലനത്തെക്കുറിച്ചാണ്. പഠിപ്പിക്കലുണ്ട്, അത് തിയറി ആയിരിക്കും. പരിശീലനമുണ്ട്, അത് പ്രാക്ടിക്കലായിരിക്കും. അല്ലേ? കോളേജിലൊക്കെ സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുന്നവർക്ക് ക്ലാസ്സിൽ തിയറി പഠിപ്പിക്കും, ലാബിൽ അതിൻ്റെ പ്രാക്ടിക്കൽ പഠിപ്പിക്കും. ഈ 2 കാര്യം നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നാണ് പറയണത്. 2 കാര്യങ്ങൾ. അതായത് 4:12 ഫിലിപ്പിയ ലേഖനം 4:12 താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധി ജീവിക്കുവാനും ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയുവാനും. അപ്പം സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയുവാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പഠനവും ഉണ്ട്, പിന്നെന്താണ്? പരിശീലനവും ഉണ്ട്. അതായത് തിയറിയുമുണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. ഇത് നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. ദൈവം ഈ തിയറിയും പ്രാക്ടിക്കലും നമ്മളെ പരീക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? സാഹചര്യം മാറ്റിയാണ്.
കാലങ്ങൾ മാറ്റി മാറ്റിയാണ്. ഇപ്പം കാലം മാറിയില്ലേ? ഇങ്ങനെ ക്രൊണോളജിക്കൽ ഇയർ ഇങ്ങനെ മാറുന്നത് തന്നെയല്ല, അനുഭവകാലങ്ങളും മാറും. ഇപ്പം ആരോഗ്യത്തിന് ഒരു കാലമുണ്ട്, പിന്നെ എന്താണ്, രോഗത്തിന് ഒരു കാലം, പടുത്തുയർത്താൻ ഒരു കാലം, പണിതത് ഇടിച്ച് നിരത്താൻ ഒരു കാലം. എന്തുകൊണ്ടാണ് ഇപ്പോൾ സഭാപ്രസംഗി നമ്മൾ 3-ാം അധ്യായം വായിക്കുമ്പോൾ പണിയാൻ ഒരു കാലം, പണിതത് ഇടിച്ച് നിരത്താൻ ഒരു കാലം. പണിതത് എന്തിനാണ് ഇടിച്ച് നിരത്തണത്? ബോറടിച്ചിട്ടായിരിക്കും. കാര്യം ഓരോ മനുഷ്യരും ഓരോ കാര്യങ്ങൾ ചെയ്തും കുറച്ച് കഴിയുമ്പോൾ പറയാം, എന്നാലും ഈ സിറ്റ് ഔട്ട് അടിച്ച് പൊളിച്ചേക്കാം. ഞാനൊരു മുൻ മന്ത്രിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തുണ്ട്, പക്ഷേ ഞാൻ എപ്പോഴും അദ്ദേഹത്തെ ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചില അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോകും, സാംസ്കാരികമായ ചില വിഷയങ്ങൾക്ക് വേണ്ടി പോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സിറ്റ് ഔട്ട് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം? ഞാൻ ചോദിച്ചു, സാറേ ഇതെന്ത് സിറ്റ് ഔട്ട് അടിച്ച് പൊളിക്കണം? അതല്ലേ, ഈ വീട്ടിൽ നിന്ന് തെക്കോട്ടാണ് സിറ്റ് ഔട്ട് കിടക്കുന്നത്, അത് കാരണം ഞാൻ ഗതി പിടിക്കണില്ല, പുള്ളിക്ക് സീറ്റ് കിട്ടില്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ ഗതി, അതായത് തെക്കോട്ട് ഇറങ്ങണ കാരണം, വീട്ടിൽ നിന്ന് തെക്കോട്ട് ഇറങ്ങണ കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം കുറച്ച് ശോഷിച്ചു വരുന്നു. അത് കാരണം ഇപ്പോൾ എന്താ ചെയ്തിരിക്കണത്, അദ്ദേഹം തെക്ക് വശം അടച്ചിട്ട് കിഴക്ക് വശം പൊളിച്ച് കിഴക്കോട്ടിറങ്ങാൻ വേണ്ടിയാണ്. അതിൻ്റെ വിറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിഴക്കോട്ടിറങ്ങിയാലും ഈ മനുഷ്യൻ എങ്ങോട്ട് പോകും? പുറത്തേക്ക് പോകാൻ ഗേറ്റ് തെക്ക് വശത്താണ്. നേരെ കിഴക്കോട്ടിറങ്ങിക്കഴിഞ്ഞാൽ കണ്ടവൻ്റെ വീടാണ്, മറ്റുള്ള ആൾക്കാരുടെ വീടാണ്. അപ്പോഴും കറങ്ങി തിരിഞ്ഞ് തെക്കോട്ട് തന്നെ പോകണം. എങ്കിലും മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ആ തെക്കേ വശം സിറ്റ് ഔട്ടും കൈവരിയൊക്കെ രണ്ടാമത് പുനർനിർമ്മിച്ചിട്ട് കിഴക്കോട്ട് തുറന്നിട്ടിരിക്കുക. അപ്പോൾ ഇടിച്ച് പൊളിക്കാൻ ഒരു കാലം, പണിയാനൊരു കാലം, പണിതത് പൊളിക്കാനൊരു കാലം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും. ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ബോറടിച്ച് തുടങ്ങും ഓരോ കാര്യങ്ങളും. ഈ ബോറടിക്കാതിരിക്കുന്നതിന് തീർച്ചയായിട്ടും അഭിഷേകം വേണ്ടി വരും. സ്വന്തം ഭാര്യയെ ബോറടിക്കുന്നവരുണ്ടല്ലോ, അതല്ലേ വീട്ടിലെ പ്രശ്നങ്ങൾ മുഴുവനും. വൈഫ് എന്തുകൊണ്ടാണ് കൂടുതൽ ഡിമാൻഡ്സ് വെക്കണത്? ഓരോരോ അവിടെ പോകണം, ഇവിടെ പോകണം, അത് വാങ്ങിച്ചു തരാം, ഇത് വാങ്ങിച്ചു തരുന്നതിന് അവർക്ക് ആവശ്യമില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷേ ഈ മനുഷ്യന് തന്നെ ബോറടിച്ചെന്ന് എങ്ങനെയോ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് പുതിയ പുതിയ ഡിമാൻഡ്സ് അവർ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നേഹിക്കാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാനൊരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാനൊരു കാലം. ഇപ്പം പരവേശങ്ങളും സ്നേഹപ്രകടനങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കുമെന്നർത്ഥം. ഇത് മനുഷ്യാവസ്ഥയാണ്. പരവേശങ്ങളും അതുപോലെ തന്നെ മനുഷ്യൻ്റെ എല്ലാവിധ ബന്ധങ്ങളും കുറച്ച് കഴിയുമ്പോൾ മടുപ്പ് ഉണ്ടാകും. അതുകൊണ്ടാണ് കാലങ്ങൾ മാറുന്നതനുസരിച്ച് വളരെ ശ്രദ്ധയോടെയാണ് കാലത്തെ. ഇപ്പം സഭാപ്രസംഗി ശ്രുതികട ഹല്ലേലൂയ, ഒരു കാലം, സൗഖ്യമാക്കാൻ ഒരു കാലം, തകർക്കാൻ ഒരു കാലം, പണിതുയർത്താൻ ഒരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളയാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കൂട്ടാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കുവാൻ ഒരു കാലം. ദിസ് ഈസ് ലൈഫ്. സഭാപ്രസംഗം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ 20 ദിവസത്തോളം നിരന്തര വചന വായനയായിരുന്നു. അതുപോലെ ജപമാല ചൊല്ലലും. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ വചനം വായിച്ചിട്ടുള്ള ജപമാല ചൊല്ലിയുടെ ദിവസങ്ങളുണ്ടായിട്ടില്ല. രാവിലെ മുതൽ വൈകുന്നേരം 10 സമയം എനിക്ക് കിട്ടിയിരുന്നു. എപ്പോഴും ഞാൻ ചിന്തിച്ചുള്ളൊരു കാര്യം, എന്തെങ്കിലും നിനക്ക് പ്രയാസം വരുമ്പോൾ കർത്താവിൻ്റെ വചനം കഴിഞ്ഞാൽ പിന്നെ വായിക്കേണ്ട പുസ്തകം ഏതാണ്? സങ്കീർത്തനമല്ല, സഭാപ്രസംഗ. സഭാപ്രസംഗം സത്യം നിന്നോട് സംസാരിക്കും. എല്ലാം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടി വരും. ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെ എന്നും കുന്നും ഒരുപോലെ ആയിരിക്കുമെന്ന് നമ്മൾ കരുതരുത്. അതാണ് ഇപ്പോൾ സഭാപ്രസംഗം 3:3 തൊട്ട് 3:7 വരെ നമ്മൾ വായിച്ചത്. ആലിംഗനം ചെയ്യാനൊരു കാലം ഏറ്റവും നല്ലൊരു കാര്യമാണല്ലേ. സ്നേഹിതരും സഹോദരങ്ങളും
ജീവിത പങ്കാളികളൊക്കെ ആലിംഗനം ചെയ്യും. പക്ഷേ ഇതൊന്നും കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിൻ്റെ ആ പഴയ ചൂടും ചൈതന്യമൊക്കെ ഉണ്ടാകത്തില്ല. വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സാഹചര്യം മാറും. സാഹചര്യം മാറിയത് കൊണ്ട് കഴുത്തേക്കറിയിട്ടൊരു കഥയില്ല. കുടുംബ സാഹചര്യം മാറുന്നതുകൊണ്ട് നമ്മളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണെന്ന് വൈഫ് പറഞ്ഞിട്ടോ ഹസ്ബൻഡ് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ആലിംഗനം ചെയ്യാനൊരു കാലം, ചെയ്യാതിരിക്കാനൊരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം. അപ്പം ഇതൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ മാറും. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, എന്താ പറയണത്? സാഹചര്യങ്ങൾ മാറും. നമുക്കൊരു പാഠപുസ്തകമേ ഉള്ളൂ. എന്താണ്? ക്രൈസിസ് ഓഫ് ടെക്സ്റ്റ് ബുക്ക്. കർത്താവാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. ഏത് സാഹചര്യങ്ങൾ മാറിയാലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. നല്ല പരിശീലനമാണ്, അല്ലാതെ ചുമ്മാ ഇങ്ങനെ ക്രാഷ് കോഴ്സല്ല കിട്ടിയിരിക്കണത്. ഇപ്പോൾ ഓരോരോ പരിശീലനങ്ങൾക്ക് ഇപ്പോൾ 3 മാസത്തെ കോഴ്സാണല്ലോ. ഇപ്പോൾ ഫിലിസ്റ്റാർസൊക്കെ ഗുസ്തി പഠിക്കണമെങ്കിൽ 1 മാസം കൊണ്ട് ഗുസ്തി പഠിക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പഠിച്ചെടുക്കുകയാണ് അവിടെ ചെയ്യണത്. അപ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അല്ല, എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. അതിൻ്റെ അർത്ഥം എന്താണ്? പല സമയത്ത് ജീവിത സാഹചര്യങ്ങൾ മാറി മാറി വന്നിട്ടുണ്ട്. ഇതിന് നിനക്ക് യു മസ്റ്റ് ഓപ്പൺ ടു ദി ലോഡ്. ഈ വിഷയത്തിൽ ഞാൻ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് നിങ്ങളോട് ആദ്യം പറഞ്ഞത്. ദൈവസ്നേഹം ടെസ്റ്റിന് വിധേയമാണെന്ന് പറഞ്ഞു. എന്താ ടെസ്റ്റിന് വിധേയമാണെന്ന് പറയാൻ കാരണം? ദൈവം ഇങ്ങനെ അളന്നാണ് ഓരോരോ കാലവും മാറ്റി വെക്കുന്നത്. ആദ്യം മുതൽ ദൈവം ഇങ്ങനെ അളന്ന് നമ്മൾ ദൈവസ്നേഹത്തെ വളരുന്നതനുസരിച്ച് കൊണ്ട് സാഹചര്യം ഒന്ന് വ്യത്യസ്തമാക്കി തരും. എന്ത് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നത്താഴ കാലമാണിത് അല്ലേ, ക്രിസ്മസ് സീസൺ. ഈ ക്രിസ്മസ് സീസണിൽ ഈ ദിവസങ്ങളിലൊക്കെ എന്നെ കൂടെ ചിന്തിച്ചത്, അമ്മയും ഔസേപ്പിതാവും കാലങ്ങളോട് കാണിച്ച ഒരു പ്രത്യേക സമീപനമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണത്. അമ്മ എന്താണ് ഔസേപ്പിതാവിൻ്റെ കാര്യത്തിനെടുക്കുക. ഇപ്പോൾ മത്തായി ശ്ലീഹ 2:20 മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു പ്രത്യേക കാലഘട്ടമാണ്. ഔസേപ്പിതാവ് വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതൊക്കെ മനസ്സിലാകും. എന്താണ് അത്? അർക്കലാവോസ് പഴയ ഹെറോദ് ദ ഗ്രേറ്റ്, നമ്മൾ ജോസഫീസ് ഫ്ലാവീസിൻ്റെ ചരിത്രഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന ഹെറോദ് ദ ഗ്രേറ്റ്, അയാളാണ് യേശുവിൻ്റെ 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുന്നത്. ഹെറോദ് ദ ഗ്രേറ്റാണ്. അയാളുടെ കാലത്താണ് ഔസേപ്പിതാവും അമ്മയും ഉണ്ണിയും കൂടി ഈജിപ്തിലോട്ട് പോണത്. ഒരു പ്രത്യേക സാഹചര്യമാണ്. 4 കാലം ഓടണ കാലമാണ്, പ്രത്യേക കാലമാണ്. കാലം പെട്ടെന്ന് ചേഞ്ച് ചെയ്തു അവരുടെ ജീവിതത്തിൽ. കാലം ചേഞ്ച് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ആ ചേഞ്ചിങ് അനുസരിച്ച് കൊണ്ടാണ് അവർ ചലിക്കണത്. എന്നിട്ട് എപ്പോഴാണ് ഈ ഔസേപ്പിതാവ് റിട്ടേൺ ചെയ്യണത്? ആ പ്രതികൂല സാഹചര്യങ്ങൾ മാറിക്കഴിയുമ്പോൾ 2:20 അന്ത്യോക്കസ്, ഹെറോദ് അന്ത്യോക്കസ്, അതായത് ഹെറോദിൻ്റെ ഗ്രേറ്റ് മകൻ, അദ്ദേഹം രാജ്യഭരണം ഏറ്റെടുക്കുമ്പോഴാണ് ഔസേപ്പിതാവ് തിരിച്ചു വരണത്. അതുവരെ തൽക്കാലം ഒന്ന് ഓടിവെച്ചും പെട്ടെന്ന് അതുപോലെ തിരിച്ചു വരാനുള്ള വ്യഗ്രത ഔസേപ്പിതാവ് കാണിക്കണില്ല, ദൈവവും കാണിക്കണില്ല. എന്താ കാര്യം? ദൈവത്തിന് വേണമെങ്കിൽ ഹെറോദല്ല ഇവിടെ പിശാച് ഭരിച്ചാലും ശരി ഒരു കുഴപ്പമില്ല. ഔസേപ്പിതാവിനെയും ഉണ്ണിയെയും മാതാവിനെയും ഇവിടെ താമസിപ്പിക്കുന്നതിന് ദൈവത്തിന് ഒരു തടസ്സമില്ല. അത് നമ്മൾ അടുത്തൊരു ചിന്തിക്കേണ്ട വിഷയമാണ്. ദൈവം സർവശക്തനാണ്. ഹെറോദ് ദ ഗ്രേറ്റ് ഇവിടെ ജീവിക്കുമ്പോൾ
ഔസേപ്പിതാവ് മാതാവ് ഉണ്ണിനെ വേണമെങ്കിൽ ദൈവത്തിന് ബലം പ്രയോഗിച്ച് ഇവിടെ സുരക്ഷിതമായിട്ട് താമസിപ്പിക്കാം. പക്ഷേ മാനുഷികാവസ്ഥയ്ക്ക് അനപേക്ഷണീയമായിട്ട് ഔസേപ്പിതാവിനെ മാത്രം രക്ഷിച്ചാൽ പോരല്ലോ ദൈവത്തിന് ലോകത്തിൻ്റെ എല്ലാ മനുഷ്യരേക്കും മാതൃകയാക്കാൻ വേണ്ടിയാണ് ഔസേപ്പിതാവും മാതാവിനെയും തൽക്കാലത്തേക്ക് സംഘർഷകമായ സാഹചര്യത്തിന് മാറ്റണത്. ഒരു സാഹചര്യം സംഘർഷ നിർഭരമായാൽ ഔസേപ്പിതാവിനെ മാതാവിനെ വേണമെങ്കിൽ ഉണ്ണീശോയെ വേണമെങ്കിൽ ദൈവത്തിന് സംരക്ഷിക്കാം. പക്ഷെ അതൊരു മാതൃകയല്ലല്ലോ. സ്വന്തം കുഞ്ഞിനെ സംരക്ഷിച്ചു, മറ്റുള്ളവർ ആരെയും സംരക്ഷിച്ചില്ല എന്ന് പറയണത് ദൈവത്തിന് മാതൃകയല്ല. അതുകൊണ്ട് നമ്മളുടെ സാഹചര്യം പ്രതികൂലമുള്ള ആൾക്കാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതികൂലമായ സാഹചര്യം ഔസേപ്പിതാവിനും കൊടുത്ത് മാതാവിനും കൊടുത്ത് ഉണ്ണീശോക്കും കൊടുത്തു. ദൈവത്തിൻ്റെ ഒരു നീതിയാണ് അവിടെ വരണത്. എന്നിട്ട് ഇവരെന്നാൽ എപ്പോഴാണ് തിരിച്ചു വരണത് എടുത്തോ പിടിച്ചതെന്ന് പറഞ്ഞ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചടപെടാതെന്ന് പറഞ്ഞ് തിരിച്ചു വരണില്ല, വ്യഗ്രതയില്ല. കർത്താവ് മുമ്പ് പറഞ്ഞതുപോലെ ശാന്തശീലനായി വിനീത ഹൃദയനായി ആ സാഹചര്യത്തിൻ്റെ പ്രാന്തികൂല്യങ്ങൾ മാറിയതിന് ശേഷമാണ് 2:20 മത്തായി സുവിശേഷം 2:19-20. ഹെരോദോസിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഒരു പ്രതികൂലമായ സാഹചര്യങ്ങൾ നിലനിന്നത് ആ സാഹചര്യം മാറിക്കഴിഞ്ഞാണ് ഔസേപ്പിതാവ് ഉണ്ണീശോയും തിരുക്കുടുംബം തിരിച്ചു വരണത്. ഇത് നമുക്ക് വിവേകത്തിൻ്റെ ഭാഗമാണ്. കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ ഉപവസിക്കുന്നവരാണ്, വിശുദ്ധ ജീവിതം നയിക്കേണ്ടതാണ്. ദൈവം എന്നെ സംരക്ഷിക്കണം, ദൈവം എന്നെ സംരക്ഷിച്ചില്ല പിന്നെ ആരെ സംരക്ഷിക്കാനാണ് എന്നൊക്കെ പറയുന്നത് അഹങ്കാരമാണ്. ശരിക്കും സാഹചര്യം പ്രതികൂലമാകുമ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മുട്ടാളത്തരം കാണിക്കാതെ മൽപ്പിടുത്തം കാണിക്കാതെ തൽക്കാലം മാറുകയാണ് നല്ലത്. യാക്കോബ് 2 കൽപ്പിച്ച് വരണത് ആ യാക്കോബിനെയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. 2 കൽപ്പിച്ച് വരും. തല്ലെങ്കിൽ തല്ല്, കൊല്ലെങ്കിൽ കൊല്ലെന്നും പറഞ്ഞ് വരുന്ന യേശാവിനെ കണ്ടുമുട്ടി എപ്പോഴായാലും പണി നടക്കുമെന്നോ യാക്കോബിനറിയാം. അതുകൊണ്ട് എന്തെല്ലാം സംഭവങ്ങളാണ്. അടിക്കെങ്കിൽ അടി, അല്ലെങ്കിൽ സമാധാനമെങ്കിൽ സമാധാനം, രണ്ടിനും തയ്യാറായിട്ടാണ് യാക്കോബ് വരുന്നത്. കാര്യം അവൻ ജീവിച്ചു വന്ന സാഹചര്യം അതാണ്. അടി കൊടുക്കേണ്ട പാട്ടി പാഴ്സലായിട്ട് അടി കൊടുക്കുകയും ചെയ്യും യാക്കോബ്. പറ്റിക്കേണ്ട പാട്ടി പറ്റിക്കും, ചതിക്കേണ്ട പാട്ടി ചതിക്കും. അത് ലാബാനായാലും ശരി ഏശാവായാലും ശരി ഇതെല്ലാം പഠിച്ചു വന്നിരിക്കുന്ന യാക്കോബുമായിട്ടാണ് ദൈവം മൽപ്പിടുത്തം നടത്തുന്നത്. എന്നിട്ട് അവൻ്റെ എളി ഉളുക്കിക്കളയണത്. ദൈവമേ, എൻ്റെ നിൻ്റെ എളി ചിലപ്പോൾ പണമാകാം, ചിലപ്പോൾ ഉളുക്കിയെന്ന് വരും. എൻ്റെയും നിൻ്റെ എളി ചിലപ്പോൾ ആരോഗ്യമാകാം, ചിലപ്പോൾ ഉളുക്കിയെന്ന് വരും. എൻ്റെയും നിൻ്റെ സ്വാധീനം അതും ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരും. ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സന്ധിച്ചും പിന്തുണച്ചും നിൽക്കുന്ന സാഹചര്യങ്ങളും വ്യക്തികളും വസ്തുക്കളും വസ്തുതകളുമൊക്കെ ചില സമയത്ത് ഫ്രിഡ്ജായി പോകും. അപ്പോഴെന്താ സംഭവിക്കണത്? ദൈവത്തിലെ ആശ്രയിക്കാനാണ് ഇത് പരിശീലനത്തിന്. അതാണ് ഫിലിപ്പിയർ പറയണത്, ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ പൊതു മനസ്സനുസരിച്ച് ജീവിതത്തിലെ വ്യത്യസ്തവും വിരുദ്ധവുമായ സാഹചര്യങ്ങൾ വരുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ ഔസേപ്പിതാവിനെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ച ശാന്തതയോടെയും അതിനെ അതിജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം.
ശാന്തതയോടെയും അതിനെ അതിജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഇപ്പോഴും അഭിഷേകം ചെയ്യണം. ശ്രുതികട ഹല്ലേലൂയ. ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടപെടേണ്ട ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും ഈ വിവേകവും വിവേചനവും ക്രിസ്മസിലെ സീസണിൻ്റെ എല്ലാ വ്യക്തികളും ഔഷപിതാവിനെ കുറിച്ച് നമ്മൾ കണ്ടു, മാതാവ്, ഇനി അമ്മയും എന്താണ്, അമ്മയൊക്കെ കുറിച്ച ഫീഡിങ്സ് എന്തായിരുന്നു? ലൂക്കാസ് വിശേഷം 1:32 33 ആ വചനങ്ങളുണ്ട്. എന്താണ് അമ്മയെക്കുറിച്ച്? അമ്മയ്ക്ക് നൽകിയിരുന്ന മംഗളവാർത്ത സമയത്ത് നൽകിയിരുന്ന ഒരാശയം എന്താണ്? അവൻ വലിയവനായിരിക്കുമെന്നാണ്. ചെറിയവനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലും അമ്മയ്ക്കില്ല. അവൻ വലിയവനായിരിക്കും. പിന്നെ എന്താണ്? അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. യാക്കോബിന്റെ ഭവനത്തിന് മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. അപ്പം എത്രയോ വാഗ്ദാനങ്ങൾ കൊടുത്തിരിക്കണത്. ഒന്നെന്താണ്? യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും. യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും. പിന്നെന്താണ്? ദാവീദിൻ്റെ സിംഹാസനം അവന് നൽകപ്പെടും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായില്ല. ഈ 3 കാര്യങ്ങൾ വിശ്വസിച്ചതിനാണ് പരിശുദ്ധാത്മാവ് അമ്മയെ സല്യൂട്ട് ചെയ്തത്. ഈ 3 കാര്യങ്ങൾ അമ്മ വിശ്വസിച്ചുകൊണ്ട് വചനം ഉദരത്തിൽ സ്വീകരിക്കാൻ തയ്യാറായതിനാണ് എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് അമ്മയെ സല്യൂട്ട് ചെയ്തത്. എന്തൊക്കെയാണ്? അവൻ്റെ ഭവനത്തിലെ യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും. രണ്ടാമത്തെ എന്താണ്? ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. പിന്നെ എന്താണ്? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഈ 3 കാര്യങ്ങൾ അമ്മ വിശ്വസിച്ചതിനാണ് പരിശുദ്ധാത്മാവ് സല്യൂട്ട് ചെയ്തത്. ആരെ? എലിസബത്തിലൂടെ. അതുകൊണ്ട് എലിസബത്ത് എന്താ പറഞ്ഞത്? ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞു. എന്താ പറഞ്ഞത്? 1:45 കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞേ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ബ്ലെസ്ഡ്, ഭാഗ്യവതി. ശ്രുതികട ഹല്ലേലൂയ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവർ, ഇത്രയും കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയെ പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ സല്യൂട്ട് ചെയ്യാണ്ടായ കാരണങ്ങൾ എന്താണ്? ഈ വചനത്തിലുള്ള അമ്മയുടെ വിശ്വാസമാണ്. സാഹചര്യങ്ങൾ ഇങ്ങനെ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സാഹചര്യങ്ങൾ മാറിയാലും ഇവിടെ നിലപാടിനോ സമീപനത്തിനോ മാറ്റം ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ചില സമയത്ത് ഓർത്തത്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കണത്? എന്തുകൊണ്ട് അമ്മ ഉറങ്ങി? എന്തുകൊണ്ടാണ് അമ്മ ഉറങ്ങി? അതുപോലെ തന്നെ പത്രോസും യോഹന്നാനും മേരി മഗ്ദലിനും കുസായുടെ ഭാര്യയായ മറിയവും എല്ലാ സ്ത്രീകളും അപ്പോസ്തലന്മാരും ഇടിച്ചു തല്ലി വെളുപ്പാങ്കാലത്ത് കല്ലറയിൽ പോകുമ്പോഴും മറിയം അവിടെ ഇല്ല. മറിയം സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയും. എന്താ കാര്യം പ്രാർത്ഥിക്കാൻ കാരണം? മറിയം അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകേണ്ട ആദ്യത്തെ ആളല്ലേ. ഏത് സാഹചര്യങ്ങൾ മാറിയാലും മാറാത്ത സാഹചര്യവുമായി മറിയം നമ്മുടെ മുമ്പിൽ നിൽക്കും. ശ്രുതികട ഹല്ലേലൂയ. കാലാവസ്ഥ ഭേദമില്ലാത്ത മറിയത്തിൻ്റെ മനസ്സാണ് നമ്മുടെ മാതൃക. നമ്മളിപ്പോഴേ ചിന്തിച്ചുകൊണ്ടിരിക്കണ ഏറ്റവും നമ്മളെ മനുഷ്യരാശിയെ ഒന്നടങ്കം
മുൾമുനയെ നിർത്തുന്ന ഏറ്റവും വലിയ സന്ത്രാസത്തിൽ നിർത്തുന്ന വിഷയം എന്താണ്? ക്ലൈമറ്റ് ചേഞ്ചാണ്. ലോകം മുഴുവനും ക്ലൈമറ്റ് ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ അച്ഛൻ പറഞ്ഞ പോലെ 20 ന്യൂനമർദ്ദങ്ങൾ നടന്ന് ഈ വർഷകാലം കഴിഞ്ഞതിന് ശേഷം അത്രയും വെള്ളപ്പൊക്കം ഉണ്ടായി, അത്രയും കാറ്റുകളുണ്ടായി, അത്രയും നാശനഷ്ടം ഉണ്ടായി, അത്രയും ഉരുൾപൊട്ടലുണ്ടായി. ഉരുൾപൊട്ടൽ എന്തുകൊണ്ടാണ്? ക്ലൈമറ്റ് ചേഞ്ച് വന്നപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ ഘനമീറ്റർ മഴ കുറേ അധികം ദിവസം ഒരുമിച്ച് പെയ്തപ്പോഴാണ് ഉരുൾപൊട്ടലുണ്ടായത് എന്നിപ്പോൾ ശാസ്ത്രത്തിൻ്റെ പഠനം വന്നിട്ടുണ്ട്. എത്രയോ കർഷകരെയാണ് നമ്മൾ ക്രൂശിച്ചത്, ഗാർഗിൾ റിപ്പോർട്ട് നടപ്പിലാക്കിയില്ല എന്നും പറഞ്ഞുകൊണ്ട്. നടപ്പിലാക്കാതെ ആരും ഇരുന്നില്ല. കർഷകരെ സംരക്ഷിച്ചുകൊണ്ടുള്ള അവിടെ ജീവിക്കുന്ന 50 ലക്ഷത്തോളം മനുഷ്യരുടെ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ട് എന്തും ചെയ്യാമെന്ന് പറഞ്ഞു. കാലാവസ്ഥ വ്യതിയാനങ്ങൾ വന്നു. അത് ചില ആൾക്കാർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എടുത്ത് പ്രയോഗിക്കുകയും അതിൻ്റെ പേരിൽ സഭയെ കരുതേക്കുകയും അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള മെച്ചങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല. പക്ഷേ കാലാവസ്ഥ വ്യതിയാനം എന്നുള്ളത് ഒരു ആഗോള പ്രശ്നമായി മാറി. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ കാലാവസ്ഥ, ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനങ്ങൾ. ഏത് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായാലും അമ്മയ്ക്കൊരു മാറ്റമില്ല. അമ്മ എന്താ ഇതൊക്കെ ചെയ്യണത്? കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരും, ജീവിതത്തിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുമ്പോൾ അമ്മ വചനത്തിൽ വിശ്വസിക്കും. എന്തുകൊണ്ടാണ് ഇടിച്ചതല്ലേ മരി മാഗ്ദലിൻ്റെ കൂടെ പത്രോസിൻ്റെ കൂടെ ഓടി കല്ലറയിൽ പോകാഞ്ഞതെന്നാണ്? അവിടെ ആളില്ലെന്ന് അമ്മയ്ക്കറിയാം. എങ്ങനെ അറിയാം അമ്മയ്ക്ക്? അപ്പോൾ ഒരു പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞോണം, അല്ല, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അത് അമ്മയോട് പറഞ്ഞതാണ്. എത്രയോ വർഷം മുമ്പ് പറഞ്ഞതാണ്. 30-32 കൊല്ലം മുമ്പ് പറഞ്ഞതാണ് ദൈവവചനം. 3 ദിവസം മുമ്പ് പറഞ്ഞാലും 32 വർഷം മുമ്പ് പറഞ്ഞാലും അമ്മയ്ക്കൊരുപോലെയാണ്. അതാണ് അമ്മ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നത്, ചിലപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നല്ല കാര്യങ്ങൾ എങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും, പക്ഷേ മോശം കാര്യങ്ങൾ സംഭവിക്കും. ഇത് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും, പക്ഷേ മോശം കാര്യങ്ങൾ സംഭവിക്കും. ഇതാണ് സാഹചര്യ മാറ്റം എന്ന് പറയുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചത്? അമ്മ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് രാജകീയ ജന്മമാണ് ഈശോയുടെ എന്ന് അമ്മയോട് പറഞ്ഞതാണ്. പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവിടത്തേക്ക് നൽകുമെന്ന്, അല്ലേ? അതമ്മ വിശ്വസിച്ചതാണ്. പക്ഷേ രാജകീയ ജന്മത്തിന് ഒരാടിൻ്റെ ജന്മമാണ്. ആടും പശുവൊക്കെ പ്രസവിക്കുന്നത് പോലെയാണ് പ്രസവിക്കാനാണ് അമ്മയോട് അവസാനം ആവശ്യപ്പെട്ട സമയത്ത്. അപ്പോൾ നോക്കിയേ, അനുഭവങ്ങൾ എന്താണ്, വചനം എന്താണ്? ദിസ് ഈസ് കോൺട്രഡിക്ഷൻ. ഒരു വിശ്വാസി ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു വൈരുദ്ധ്യാത്മകമായ ഒരു ആധ്യാത്മിക അനുഭവത്തിലൂടെയാണ് പോകുന്നത്. അതായത് നമ്മൾ വിശ്വസിക്കുന്നതിന് ഘടകവിരുദ്ധമായിട്ട്, നമ്മളോട് പറഞ്ഞതിന് വചനത്തിന് വിരുദ്ധമായി ചിലപ്പോൾ നമുക്ക് അനുഭവങ്ങളുണ്ടാവും. വചനവിരുദ്ധമായി നമ്മളുടെ നിന്ന് അനുഭവം ഉണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് ബാർഗെയിൻ ചെയ്യാൻ പോകും? ഞാൻ വചനം വിശ്വസിച്ചല്ലേ ജീവിച്ചത്, ഞാൻ ബുധനാഴ്ച ഉപവസിച്ചല്ലേ ജീവിച്ചത്, ഞാൻ കുടുംബപ്രാർത്ഥന ചൊല്ലിയല്ലേ ജീവിച്ചത്, ഞാൻ വിശുദ്ധമായിട്ടല്ലേ ജീവിച്ചത്, എന്നിട്ട് എനിക്ക് എന്തുകൊണ്ടാണ്? അങ്ങനെയല്ല. രണ്ടാമത്തെ ചോദ്യം കൂടിയുണ്ട്. ഇതൊന്നുമില്ലാതെ ജീവിക്കുന്നവർക്ക് അവർക്ക് ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഇങ്ങനെ നമ്മൾ ദൈവത്തോട് തർക്കിക്കാം. രക്ഷകരെ സ്വീകരിക്കുക
എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇപ്പോൾ 53:12 ഐസയ, അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു. ക്രിസ്തു എവിടെയല്ല അവൻ എണ്ണപ്പെടുന്നത്? ഐസയ 53:12 എന്താണ്?